സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തേങ്ങ ഒരു ഒഴി കിടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. കളറായിട്ടുണ്ടല്ലോ. വിളിക്കുന്ന സന്തോഷ് വർക്കിയും ലിൻജോസ് പെരേരയും ഒരു യുവതിയെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കട്ടാ. എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ, ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. സത്യമേത ജഗതേ ജയഹേ ഈശ്വര, ഇങ്ങനെയും മണ്ടന്മാരുണ്ടോ? ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. കാരണം സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്ന സംഭവിക്കാനേ ചെയ്യും. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. പൊറുമയാടി. சாதனத்துல புள்ளிங் போறா ஒத்த உன்னை இப்ப நான் பளீர்னு விடுவேன். சிரிச்சுக்கிட்டே திரும்புற. നീതാനെ ചെല്ലോ അച്ചുകോ. തമാശ കളിക്ക്. എന്തിനു അടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കേ? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കേ? உன்னை இப்ப நான் பலாருன்னு அறிவேன். மூடினு வாங்கிக்கணும். ഏയ്, നീ അടിച്ചല്ലോ. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? എനിക്കിതിന്റെ സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതാ പട്ടി? കുഞ്ഞിനെ കുത്തണ്ട. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇത് വല്ലാത്ത തൊന്തരവായത്. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. ചിരിക്കരുതേ. ഇതെന്താണിത്? സർ, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോണ്ട് ചിരിച്ചതാണ്. മനസ്സമാനം തരില്ല തെണ്ടികൾ. അങ്ങനെ ധൂമ് ഫസ്റ്റ് ഇറങ്ങി, സെക്കൻഡ് ഇറങ്ങി, തേർഡ് ഇറങ്ങി. പക്ഷെ ഞാനൊരു കാര്യം ചിന്തിച്ച്, ധൂമ് 3-ൽ അമീർ ഖാന് പകരം എന്റെ വിജയൻ ഹീറോ ആണെങ്കിൽ പുള്ളി തകർത്തേനെ. ബോസ് എന്നെ കളിയാക്കുവാണ്. നിനക്ക് പറ്റൂട കുട്ടാ, നിനക്ക് അതിനുള്ള ത്രാണിയുണ്ട് കുട്ടാ. പുള്ളി കേട്ടിമ്മിലൊക്കെ വരുന്ന സീൻ ഓർക്കുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചിഫിക്കേഷനാ. രോമാഞ്ചം കൊണ്ട് വിറച്ചു പോയതാ സാറേ. അത്രേ ഉള്ളൂ. നിങ്ങളൊരു സംഭവം കേട്ടോ സാറേ. ഇതൊക്കെ നിസ്സാരമല്ലേ. അമീർ ഖാന് പകരം വിജയണ്ണനാണെങ്കിൽ പുള്ളി പൊളിച്ചേനെ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. പോലീസൊക്കെ വിജയണ്ണനെ പിടിക്കാൻ പോകുമ്പോ വിജയണ്ണൻ ചേസ് ചെയ്യുന്ന ആ സീനൊക്കെ ഓർക്കുമ്പം തന്നെ വേറെ രോമാഞ്ചിഫിക്കേഷനാ. സത്യം പറഞ്ഞത് ഓർക്കുമ്പോ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു. എന്തായാലും ഞമ്മക്ക് ആ ഒരു ഇത് നഷ്ടപ്പെട്ട്. ഇനി ധൂം 4 ഇറങ്ങുകയാണെങ്കിൽ എന്റെ വിജയണ്ണൻ നായകനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കിയിരുന്നോ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? സ്വാമി, അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.